ദുറൂസുൽ ഇഹ്സാനിൻ്റെ സമ്പൂർണമായ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം 8ാം പാഠത്തിൻ്റെ ചില വിചാരങ്ങൾ, 8ാം പാഠം മുതലാണ് നമ്മൾ റിവിഷൻ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ജീവിതം ഡാഷ് നിറഞ്ഞതാവണം. എന്താ ഉത്തരം? നന്മ നിറഞ്ഞതാവണം. മറ്റൊരു ചോദ്യം, നമ്മുടെ ജീവിതം നന്മ ഡാഷ് നിറഞ്ഞതാവണം. ഞാൻ എങ്ങനെ എഴുതി നോക്കാം? നിറഞ്ഞതാവണം. അടുത്തത്, ദുഷിച്ച വാക്കുകളും പ്രവർത്തനങ്ങളും പോലെ തന്നെ ഡാഷ് ദുഷിച്ച വിചാരവും കുറ്റകരമാണ്. അപ്പോൾ ഇവിടെ ദുഷിച്ച വാക്കുകളൊന്നുണ്ട്, ആ ദുഷിച്ച അങ്ങോട്ട് എഴുതുക. അപ്പോൾ ദുഷിച്ച വിചാരവും, വാക്കുകൾ മാറ്റിയിട്ട് വിചാരം എന്നാക്കുക. അടുത്ത ലാസ്റ്റത്തെ പഠിക്കേണ്ടത് കുറ്റകരമാണ്. അപ്പോൾ പൂരിപ്പിക്കാൻ ഇങ്ങനെ വരും, ദുഷിച്ച വാക്കുകളും പ്രവർത്തനങ്ങളും പോലെ തന്നെ ദുഷിച്ച വിചാരവും ഡാഷ് എന്താണ്? കുറ്റകരമാണ്. അല്ലെങ്കിൽ ദുഷിച്ച വാക്കുകളും പ്രവർത്തനങ്ങളും പോലെ തന്നെ ഡാഷ് കുറ്റകരമാണ് ദുഷിച്ച വിചാരവും. വിചാന്ന് എഴുതുമ്പോൾ ചാന്ന് എഴുതട്ടോ, വിചാരവും. അടുത്ത നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? പരസ്യമായി തെറ്റ് ചെയ്യുന്നവർ അല്ലാത്തവരുടെ വാക്കുകളും പ്രവർത്തികളും നല്ല ഉദ്ദേശത്തോടെ ഉള്ളതാണെന്ന ധാരണ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടെയുള്ള ധാരണ എന്താണ്? നല്ല ഉദ്ദേശത്തോടെയുള്ളതാണെന്ന ധാരണ ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ്. ആരെക്കുറിച്ച്? പരസ്യമായി തെറ്റ് ചെയ്യുന്നവർ അല്ലാത്തവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും. പഠിച്ചില്ലേ? അപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്, നല്ല ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? പിന്നെ അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതാരുടെ ഗുണങ്ങളിൽ പെട്ടതാണ്? അത് ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ്. പിന്നെ മറ്റുള്ളവർക്ക് തെറ്റായ ധാരണ വരാൻ കാരണമാവുന്ന വാക്കും പ്രവൃത്തിയും നമ്മിൽ നിന്ന് വരാതിരിക്കാനും നാം ഡാഷ് ശ്രദ്ധിക്കണം. ഇനി ഇതെന്തായാലും 2 വീതം പഠിച്ചു വെക്കുക. ഇതിന് 2 തെറ്റായ ധാരണ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ, അതായത് നമ്മൾ മനസ്സിൽ വേറൊരാളെ കുറിച്ച് വേണ്ടാത്ത വിചാരിച്ചാൽ എന്താ കുഴപ്പം? വെറുപ്പുണ്ടാക്കുന്നു. അപ്പം നമുക്ക് അയാളോട് വെറുപ്പായിരിക്കും അല്ലേ? പിന്നെ ഗീബത്ത് പറയുന്നതിന് അവസരമൊരുക്കുന്നു, അവനെപ്പറ്റി നമ്മൾ കുറ്റം പറയും, അപ്പോൾ ഗീബത്ത് പറയലാവും. അടുത്ത, ശത്രുത ഉണ്ടാകുന്നു, കുടുംബ ബന്ധം തകരാൻ കാരണമാകുന്നു, സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ ഇടവരുത്തുന്നു. അപ്പോൾ ഇവിടെ 5 പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 2 പഠിക്കുക. ഏറ്റവും ചെറുത് പഠിച്ചാൽ മതി. വെറുപ്പുണ്ടാക്കുന്നു, ശത്രുത ഉണ്ടാക്കുന്നു. 2 ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഒന്ന് വെറുപ്പ്, ഒന്ന് മറ്റൊരു ശത്രുത. പഠിച്ചില്ലേ? വെറുപ്പുണ്ടാക്കുന്നു, ശത്രുത ഉണ്ടാക്കുന്നു. പിന്നെ ഗീബത്ത് പറയുന്നതിന് അവസരമൊരുക്കുന്നു. അടുത്തത്, തെറ്റായ ധാരണ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളെ മനസ്സിൽ നിന്ന് തെറ്റായ ധാരണ വരാതിരിക്കാൻ സ്വന്തം ന്യൂനതകളെ സംബന്ധിച്ച് ബോധമുണ്ടാവുക. പിന്നെ ഗീബത്ത് നമീമത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക. കൽബ് നന്നാവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ള ഇതാണ്, കൽബ് നന്നാവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കൽബ് നന്നാവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് പഠിക്കുക. എന്നിട്ട് പിന്നെ ഇത് പഠിക്കുക, ഗീബത്ത് നമീമത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഇനി അടുത്ത് നോക്കുക, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മ. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കാം. ഇനി ഇവിടെ അർത്ഥം പഠിക്കാം. സത്യവിശ്വാസികളെ, തോന്നലുകളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നും തോന്നൂല, അത് നിശ്ചയം ചില തോന്നലുകൾ കുറ്റകരമാണ്. തോന്നലുകളിൽ നിന്ന് അധികവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിശ്ചയം ചില തോന്നലുകൾ ഡാഷ് കുറ്റകരമാണ്. ഇത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ആയത്ത് പഠിക്കാൻ കഴിയുന്നവർ പഠിക്കുക കേട്ടോ. അടുത്ത, നല്ല ധാരണ ആരുടെ സ്വഭാവ ഗുണമാണ്? ഉത്തമ മനുഷ്യരുടെ. ചീത്ത ധാരണയുടെ ദൂഷ്യങ്ങളിൽ നിന്ന് 2 എഴുതാൻ. എന്താ? വെറുപ്പുണ്ടാക്കുന്നു, ശത്രുത ഉണ്ടാക്കുന്നു. പഠിച്ചില്ലേ? അടുത്ത്, ചീത്ത ധാരണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം 2. ഞാൻ പറഞ്ഞില്ലേ, 2 അവിടെ പഠിച്ചു വെക്കുക. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മ. അതും അതിൻ്റെ അർത്ഥവും പഠിക്കാം. അടുത്തത്, ജീവികളോട് ദയ കാണിക്കാം. ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു കഥയാണ്. ആ കഥ നന്നായി നമുക്ക് ഓർമ്മ വേണം. കാരണം നമുക്ക് ദുറൂസിൽ താരീഖ് എന്ന് ചോദ്യം വരുന്നത് പോലെ കഥ ചോദിക്കുന്നുണ്ട്. ആ കഥയിൽ ആരോട് പറഞ്ഞു, പിന്നെ അവിടെ ആരുണ്ടായിരുന്നു, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ താരീഖ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ദുറൂസ് എന്ന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷയ്ക്ക് അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം കഥ നന്നായി ഓർമ്മ വേണം. ഈ കഥയിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അൻസ്വാരി സ്വഹാബിയുടെ തോട്ടത്തിൽ പ്രവേശിച്ചു. ആരുടെ തോട്ടത്തിൽ? ഒരു അൻസാരി സ്വഹാബിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. പിന്നെ തോട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഒരു ഒട്ടകം ഉണ്ടായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഒട്ടകം എന്ത് ചെയ്തു? രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ 3 പോയിന്റ് പഠിച്ചു. നബി തങ്ങൾ ഒരു അൻസാരിയുടെ, സ്വഹാബിയായ അൻസാരിയുടെ പിന്നെ എവിടേക്ക് കയറി? തോട്ടത്തിലേക്ക് കയറി. അപ്പൊ നബിനെ കണ്ടപ്പോൾ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകം നബിനെ കണ്ടപ്പോൾ ഒട്ടകം രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ അടുത്തേക്ക് പോവുകയും അതിന് സമാധാനം കിട്ടുന്നത് വരെ അതിനെ തലോടുകയും ചെയ്തു. അപ്പൊ നബി എന്താണ് ഒട്ടകത്തെ ചെയ്തത്? സമാധാനം കിട്ടുന്നത് വരെ തലോടുക പഠിച്ചില്ലേ? തലോടുകയും ചെയ്തു. അടുത്ത ബാക്കി എന്താ ഉണ്ടായത്? പിന്നെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം? ആരോട് ചോദിച്ചതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചാണ്. അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ വന്നു, എൻ്റേതാണ് റസൂലേ എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു നിനക്ക് നൽകിയ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല? എന്താ പറഞ്ഞത്? അള്ളാഹു നിനക്ക് നൽകിയ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല? നീ അതിന് ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു എന്ന് അത് എന്നോട് പരാതി പറഞ്ഞു. അപ്പൊ എന്താണ് ഒട്ടകം പരാതി പറഞ്ഞത്? ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു. എന്താണ് ഒട്ടകം പരാതി പറഞ്ഞത്? ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു. പഠിച്ചില്ലേ? എല്ലാ ജീവികൾക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്ന് നാം ഓർക്കുകയും സ്വന്തം ആവശ്യങ്ങൾ നമ്മോട് പറയാൻ സാധിക്കാത്ത അവയുടെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ കാണിക്കുകയും വേണം. ഇനി നോക്കാം. ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം. അവക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം. പരിക്ക് പറ്റിയാൽ ശുശ്രൂഷിക്കണം. കുഞ്ഞുങ്ങളെ തള്ളയിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തനം ഒഴിവാക്കണം. അവക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം. ഇത് വേഗം പഠിക്കാം. ഇവിടെ ഈ ചോദ്യം എങ്ങനെ വരിക നമുക്ക് നോക്കാം. ഇനി അടുത്ത് ഇവിടെ പഠിക്കാനുള്ള ഇതാണ് ഹദീസ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അൻ യുഹ്ബസ ഷൈഉം മിനദ്ദവാബി ലാ ളില്ല ലഹാ വലാ കലഅ വലാ മാഅ. വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പായി. ഇത് പരീക്ഷയ്ക്ക് വരാൻ വളരെ 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 സാധ്യത ഉണ്ട് കേട്ടോ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പായിരുന്നത്? വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തായിരുന്നു? വെറുപ്പായിരുന്നു. നമുക്ക് ചോദ്യോത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അൻസാരിയുടെ തോട്ടത്തിൽ ഒട്ടകം എന്ത് ചെയ്തു? എന്താ ചെയ്തത്? രണ്ടു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കാൻ തുടങ്ങി. പഠിക്കുക. രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കാൻ തുടങ്ങി. അടുത്ത്, ഒട്ടകത്തിന്റെ പരാതി എന്തായിരുന്നു? ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു. എന്തായിരുന്നു? ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു. അടുത്തത്, ഒട്ടകത്തിന്റെ ഉടമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? അള്ളാഹു നിനക്ക് നൽകിയ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല? ജീവികളോടുള്ള ദയയുടെ ഭാഗമായി നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം എഴുതുക. കണ്ടോ? അപ്പൊ ഇതാണ് ഇവിടെ എഴുതേണ്ടത്. എന്തൊക്കെ? ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം. അപ്പൊ അത് ആദ്യം പഠിക്കുക. ജീവികൾക്ക് നമുക്ക് ഭക്ഷണം വെള്ളം വേണ്ട, അതേപോലെ ജീവികൾക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കുക. അപ്പൊ ആദ്യം പഠിക്കുക. ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം. പിന്നെ ചെറുത് പഠിക്കുക. കുഞ്ഞുങ്ങളെ തള്ളയിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തനം ഒഴിവാക്കണം. അവർക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കണം. എളുപ്പമുള്ളത് വേഗം പഠിക്കുക കേട്ടോ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. നമുക്ക് വിജയം നേടാം. ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള കുറേ വാക്കുകളുണ്ട്. ഇൽമ്, സബർ, തഖ്വ. ഇൽമ് പറഞ്ഞാൽ അറിവ്, സബർ പറഞ്ഞാൽ ക്ഷമ, തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കൽ. നോക്കുക, ജീവിത വിജയത്തിന് ആവശ്യമായ ചില നന്മകൾ കൂടി പഠിക്കാം. അപ്പോൾ ജീവിത വിജയത്തിന് ആവശ്യമായതാണിത്. ഒന്ന്, ഇൽമ്, അറിവ്. വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയത് തന്നെ വായിക്കുക എന്ന സന്ദേശത്തോടെയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? വായിക്കുക എന്ന സന്ദേശത്തോടെയാണ്. എഴുതാൻ പഠിക്കട്ടോ. ഇൽമു പഠിക്കൽ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് എന്ത്? ഇൽമു പഠിക്കൽ. അടുത്ത, അസ്വബുറു, ക്ഷമ. നിശ്ചയം അള്ളാഹു ക്ഷമയുള്ളവരോടൊപ്പമാണ്. ക്ഷമ ഈമാന്റെ പകുതിയാണ്. ഇവിടെ പഠിക്കേണ്ടതാണ്. ക്ഷമ ഈമാന്റെ പകുതിയാണ്. പിന്നെ അള്ളാഹു ക്ഷമയുള്ളവരോടൊപ്പമാണ്.
ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. അടുത്ത തഖ്വ, നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഡാഷ് രക്ഷയുണ്ട്. ഇത് പ്രത്യേകം പഠിക്കട്ടോ, രക്ഷയുണ്ട് എഴുതാൻ പഠിക്കുക. ഇനി എന്താണ് തഖ്വ? അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. എന്താണ് തഖ്വ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തഖ്വ. എന്ത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തഖ്വ. അടുത്തത്, അപ്പോൾ ഈ പച്ച കളറിൽ ഓരോ ഹെഡിങ് ഉണ്ട്, ഓരോന്നും ഓരോ വാക്കുകളാണ്. അതില് എന്ന് പറഞ്ഞ അർത്ഥം പഠിച്ചോളൂ. നീതി. നിശ്ചയം അള്ളാഹു നീതി പാലിക്കാനും നന്മ ചെയ്യാനും കൽപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ? നീതി പാലിക്കാനും നന്മ ചെയ്യാനും. നീതിമാനായ നേതാവിന് അർഷിന്റെ തണൽ ലഭിക്കും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, അർഷിന്റെ തണൽ ലഭിക്കും ആർക്ക്? നീതിമാനായ നേതാവിന്. അടുത്ത ചോദ്യം, നീതിമാനായ നേതാവിന്റെ പ്രതിഫലം എന്ത്? അർഷിന്റെ തണൽ. അടുത്ത സിദ്ഖ്, സത്യം. നാം സത്യം മാത്രം പറയണം, അതെല്ലാവർക്കും അറിയാം. സത്യവാന്മാരോടൊപ്പം ആകണം. സത്യം സ്വർഗപ്രവേശത്തിന് കാരണമാകും. ഒക്കെ നമ്മൾ ചെറുപ്പ ക്ലാസ്സിൽ നിന്ന് പഠിച്ചാണ് അല്ലേ? സത്യം സ്വർഗപ്രവേശനത്തിന് കാരണമാകും. അടുത്ത തവാലു, ഇതാണ് നമ്മൾ പുതിയ പഠിക്കുന്നത്. തവാലു, എന്താ തവാലു പറഞ്ഞാൽ? കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നു. ഭൂമിയിൽ ഡാഷ് വിനയത്തോടെ നടക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് അള്ളാഹു ഉയർച്ച നൽകും. അപ്പോൾ അള്ളാഹു ഉയർച്ച നൽകും ആർക്ക്? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവൻ. അടുത്ത ചോദ്യം, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് ഡാഷ് അള്ളാഹു ഉയർച്ച നൽകും. ഇത് രണ്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, തിരിച്ചും മറിച്ചും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവൻ ഡാഷ് എന്താ? അള്ളാഹു ഉയർച്ച നൽകും. അടുത്ത അൽ കലിമത്തു തൊയ്യിബ, നാം നന്മ മാത്രം സംസാരിക്കണം. നല്ല വാക്ക് സ്വതക്കയാണ്. നല്ല വാക്ക് ഡാഷാണ്. നല്ല വാക്ക് സ്വതക്കയാണ്. കാണാ പഠിക്കുക. നല്ല വാക്ക് സ്വതക്കയാണ്. പഠിച്ചില്ലേ? അടുത്ത സീ പറഞ്ഞ വേഷം. പൂർണ്ണമായി ഔറത്ത് മറയാത്ത വസ്ത്രം ധരിച്ച് തോളുകൾ ചെരിഞ്ഞ് കുലുങ്ങി നടക്കുന്ന, തലകൾ ഒട്ടകങ്ങളുടെ കുലുങ്ങുന്ന പൂഞ്ഞകൾ പോലെയാക്കിയ ഒരു വിഭാഗം സ്ത്രീകൾ വരാനുണ്ട്. അപ്പൊ സ്ത്രീകളെ പറ്റിയാണ് പറഞ്ഞത്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിന്റെ വാസനയും അവർക്ക് ലഭിക്കുകയില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? എങ്ങനത്തെ സ്ത്രീകളാണ്? പൂർണ്ണമായ ഔറത്ത് മറയാത്ത വസ്ത്രം ധരിച്ച്, കുറെ പഠിക്കാണ്ടല്ലേ? പൂർണ്ണമായ ഔറത്ത് മറയാത്ത വസ്ത്രം ധരിച്ച് തോളുകൾ ചെരിഞ്ഞു കുലുങ്ങി നടക്കുന്ന, പിന്നെ തലകൾ ഒട്ടകങ്ങളുടെ കുലുങ്ങുന്ന പൂഞ്ഞകൾ പോലെയാക്കിയ ഒരു വിഭാഗം സ്ത്രീകൾ. 3 പോയിന്റ് അവിടെ പറഞ്ഞു. അടുത്തത്, വാസനയും അവർക്ക് ലഭിക്കില്ല. ഒരു ജനതയോട് സാദൃശ്യമായവൻ അവരിൽപ്പെട്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. ഒരു ജനതയോട് സദൃശ്യമായവൻ. എന്താ നബി പറഞ്ഞത്? അവരിൽപ്പെട്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്തത്, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. വസ്ത്രധാരണം, തലമുടി പരിചരണം തുടങ്ങിയ കാര്യങ്ങളിൽ നാം സ്വാലിഹീങ്ങളെ മാതൃക അനുകരിക്കണം. സ്വാലിഹീങ്ങളെ മാതൃക അനുകരിക്കണം ഏതിൽ? വസ്ത്രധാരണം, തലമുടി പരിചരണം തുടങ്ങിയ കാര്യങ്ങളിൽ. അടുത്ത ഒരു ചോദ്യം, വസ്ത്രധാരണം, തലമുടി പരിചരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഡാഷ് നാം സ്വാലിഹീങ്ങളെ മാതൃക അനുകരിക്കണം. പഠിക്കുക. മാതൃക എങ്ങനെ എഴുതാൻ പഠിക്കുക? മാത്രം മാതൃക എന്നല്ല, സ്വാലിഹീങ്ങളെ മാത്രം അനുകരിക്കണം. അത്തവക്കുൽ, നാം അള്ളാഹുവിനെ ആശ്രയിച്ചാൽ നമുക്ക് അവൻ മതിയാകും. അപ്പോൾ അവിടെ ചോദ്യം, അവൻ മതിയാകും എപ്പോൾ? നാം അള്ളാഹുവിനെ ആശ്രയിച്ചാൽ. അടുത്ത, നാം അള്ളാഹുവിനെ ആശ്രയിച്ചാൽ ഡാഷ് നമുക്ക് അവൻ മതിയാകും. പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? ഹസ്ബുൻ അല്ലാഹു നിഅമൽ വക്കീൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്ത് പറയണം? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയൽ നാം ശീലമാക്കണം. പഠിച്ചില്ലേ? നമുക്ക് ചോദ്യോത്തരം നോക്കാം. ഇതാണ് ലാസ്റ്റ് പാടല്ലേ. തഖ്വ എന്നാൽ എന്ത്? ഞാൻ പറഞ്ഞില്ലേ, തഖ്വ ഇവിടെ ചോദിക്കും. നമ്മളവിടെ കണ്ടു. നീതിമാനായ നേതാവിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അർശിന്റെ തണൽ. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് എന്ത് ലഭിക്കും? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് അള്ളാഹു ഉയർച്ച നൽകും. അള്ളാഹു ഉയർച്ച നൽകും. അടുത്തത്, പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്ത് ചൊല്ലണം? അത് കാണാതെ പഠിക്കുക. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ.
ഇനി മുതൽ നമുക്ക് ഒന്നാം പാഠം അല്ലേ, ഒന്നാം പാഠം നോക്കാം. ഒന്നാം പാഠത്തിൽ നമ്മൾ ഈ പാട്ടാണ് ആദ്യം നോക്കേണ്ടത്. പാട്ട് ഒരു പക്ഷേ 1 മാർക്കിനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇവിടെ പഠിക്കാനുള്ളതാണ് വൃത്തി ഈമാന്റെ ഡാഷാണ്. എന്താണ്? ഭാഗമാണ്, 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 ഭാഗമാണ്. അടുത്ത് വൃത്തിയുള്ള കൽബിന് എന്തൊക്കെ വേണ്ടത്? തിന്മകളിൽ നിന്ന് ഡാഷ് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കുക. കിബിർ, ഹസദ്, റിയാ, ശിർക്ക് തുടങ്ങിയ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. ഇതൊക്കെയാണ് വൃത്തിയുള്ള കൽബ്. അടുത്ത വൃത്തിയുള്ള ശരീരത്തിന് എന്താ വേണ്ടത്? മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. അത് നമുക്കറിയാലല്ലേ, കുളിക്കണം അപ്പോൾ വൃത്തി ഉണ്ടാവും. ഉദു എടുക്കണം, പിന്നെ മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, അപ്പോഴൊക്കെ വൃത്തി ഉണ്ടാവുക. വൃത്തിയുള്ള പരിസരത്തിന് എന്താ ചെയ്യേണ്ടത്? വീട്, വിദ്യാലയം, മറ്റും വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അടുത്ത നല്ലിഫു ഡാഷ് അഫ്നിയത്തക്കും. കൊല്ല പരീക്ഷയ്ക്ക് വന്നതാണ് എന്ന് വിചാരിച്ച് വരാതിരിക്കണമെന്നില്ല, പഠിക്കുക. നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തൊക്കെയാണ്? മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. വസ്ത്രം വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത്? വൃത്തിയുള്ള പരിസരത്തിന്, വൃത്തിയുള്ള ശരീരത്തിന്, വൃത്തിയുള്ള കൽബിന്. അപ്പോൾ വസ്ത്രത്തിന് ഇവിടെ പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ ഉണ്ടാക്കി എഴുതണം. എന്താ? വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? കഴുകണം അല്ലേ. പിന്നെ പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ അത് ഇവിടെ പറയുന്നുണ്ട്. പരിസരം വൃത്തിയാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അടുത്ത കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. എന്താ കൽബ് വൃത്തിയാവാൻ ചെയ്യേണ്ടത്? തിന്മകളിൽ നിന്ന് ഡാഷ് ഒഴിഞ്ഞു നിൽക്കണം. ഒന്നത് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. പിന്നെ ഇവിടെ കുറേ ഉണ്ട്. നമ്മൾ അടുത്ത പാഠം എൻ്റെ വീട്. ചോദ്യോത്തരം നമുക്ക് മാത്രം നോക്കാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം? ഇതാ ഇവിടെ നമ്മൾ ഒന്നും കൂടി പഠിക്കുക. വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞിറങ്ങുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ്? വീട്ടിലുള്ളവരോട് സലാം പറയുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. ഇടത് കാൽ വെച്ച് ഇറങ്ങുക. പഠിച്ചില്ലേ? 3 സുന്നത്ത് ഇവിടെ പഠിക്കണം. എന്തൊക്കെ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് കാക്കൊല്ല പരീക്ഷയ്ക്കും അരക്കൊല്ല പരീക്ഷയ്ക്കും വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊല്ല പരീക്ഷയ്ക്ക് വരൂല എന്നില്ല, പഠിച്ചോളൂ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏത് കാല വെക്കേണ്ടത്? ഇടത് കാൽ. അടുത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം? ഇന്നാ വീട്ടിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖറജി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലുക. കണ്ടോ? അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. അടുത്ത ശീലമാക്കാന്നാണ്. ഇനി നമുക്ക് ഇവിടെ പാഠത്തിൽ പ്രധാനപ്പെട്ട നോക്കാം. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ഡാഷ് വീടുകൾ. അടുത്ത വീട്ടിൽ പാലിക്കേണ്ട അദബുകൾ എന്തൊക്കെയാണ്? സലാം പറയുക. എളുപ്പമുണ്ട്. സലാം പറയുക. വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് കയറുക. അപ്പോൾ ഇത് വലത് കാൽ വെച്ച് കയറുക, സലാം പറയുക. 2 എളുപ്പം പഠിച്ചില്ലേ? സലാം പറയുക, വലത് കാൽ വെച്ച് കയറുക. ഇനി വീട്ടിൽ കയറുമ്പോഴുള്ള ദിക്റുകൾ കാണാൻ പഠിക്കുക. പിന്നെ വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവ ദുർവ്യയം ഒഴിവാക്കുക. ദുർവ്യയം പഠിക്കുക. ദുർവ്യയം. ശൗചാലയം അടക്കമുള്ള വീടിന്റെ ചുമര്, മറ്റും തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക. കൊതുക് വീട്ടിന്റെ പരിസരത്ത് വളരാതിരിക്കാൻ വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. വസ്ത്രങ്ങൾ, പഠനോപകരണം, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ എടുത്തു വെക്കുക. അള്ളാഹു നമ്മുടെ വീടുകൾ ബറക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗം നമ്മുടെ വീടാക്കി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. എന്താണ്? അള്ളാഹു നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗം നമുക്ക് വീടായി നൽകുകയും ചെയ്യട്ടെ. ഒരു പക്ഷേ പൂരിപ്പിക്കാൻ വരും, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വായിച്ചു കേട്ടോ. ചില സമയത്ത് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അടുത്ത പാഠം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. അതൊന്നും വരാൻ സാധ്യതയില്ല. അടുത്ത് സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അമിതവ്യയം എന്തായിരുന്നു? ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയില്ലേ, ചരിത്രം എപ്പോഴും ചോദിക്കും. എന്താണ് സഅദ് റളിയല്ലാഹു അൻഹു കണ്ടത്? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. എന്താണ് ഇവിടെ സംഭവം ഉണ്ടല്ലേ, ചരിത്രം ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു വന്നു. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ എന്താണ് സഅദ് ഈ ദുർവ്യയം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. എന്താണ് സഅദ് ഈ ദുർവ്യയം? തങ്ങൾ ചോദിച്ചു. വുളൂയിലും ദുർവ്യയമുണ്ടോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ച സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അതേ, നീ ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിലും
പോലും എന്നായിരുന്നു. അതായത് ഒഴുകുന്ന നദിയിൽ നിന്നാണ് ഒളു എടുക്കുന്നതെങ്കിലും അമിതം ഉപയോഗിക്കാൻ പാടില്ല, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി പഠിച്ചു. സഅദ് റളിയല്ലാഹു കണ്ട അമിതവ്യയം എന്തായിരുന്നു? പിന്നെ സഅദ് റളിയല്ലാഹുവിന്റെ വുളൂഇൽ അമിതവ്യയം കണ്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു? എന്താ പഠിപ്പിച്ചത്? നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. പഠിച്ചില്ലേ? അടുത്തത് ഇനി ഇവിടെ പഠിക്കാനുള്ള എന്താണ്? പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം. അപ്പൊ പ്രകൃതി സംരക്ഷിക്കുന്നതിന്റെ 2 പോയിന്റ് എഴുതാൻ പറയും. എളുപ്പമുള്ള എടുത്തോളൂ. ജലം മലിനമാക്കരുത്. ജലം എന്ന് പറഞ്ഞാൽ വെള്ളം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ആലോചിച്ചാൽ മതി. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ജലം മലിനമാക്കരുത്. പിന്നെ അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. അതൊക്കെ മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, എന്നാലും പഠിക്കുക. എന്താണ്? മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ്. എന്താ? മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. അടുത്ത് ഇങ്ങനെ ചോദ്യം വരും, മരങ്ങൾ നട്ടുപിടിക്കൽ മരണാനന്തരം ഡാഷ് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. അത് തിരിച്ചും മറിച്ചും പഠിക്കും. അടുത്ത 4ാമത്തെ പാഠം, കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ. ഈ പാഠത്തിൽ നമുക്ക് ചോദ്യോത്തരം നോക്കാം, ഉത്തരം എഴുതാം. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏത്? പ്ലാസ്റ്റിക് ആണ് ഉത്തരം. പക്ഷെ നിങ്ങൾ എങ്ങനെ എഴുതും പ്ലാസ്റ്റിക്? കണ്ടോ, പ്ലാസ്റ്റിക്കിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പിള, പ്ലാസ്റ്റി, ടി എങ്ങനെ എഴുതുക? റ എഴുതി അടിയിൽ പുള്ളി എഴുതി ശബ്ദം കൊടുക്കുക, പ്ലാസ്റ്റിക്. അടുത്ത്, പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. എങ്ങനെയാണ്? ഇതാ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. പിന്നെ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് ഇതാണ് അതിന്റെ ഉത്തരം. കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. വിഷപ്പുക മാരണ രോഗങ്ങൾക്ക് കാരണമാകും. അടുത്തത്, പ്ലാസ്റ്റിക് ശരീരത്തിലെത്തും. എങ്ങനെ? പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും. എങ്ങനെ? അതിൻ്റെ ഉത്തരാണിത്. എന്താ? കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. ഇവിടെ നോക്കുക, പ്ലാസ്റ്റിക് എഴുതുന്ന സ്പെല്ലിംഗ് നോക്കുക, കത്തിക്കുമ്പോഴുണ്ടാകുന്ന കണ്ടില്ലേ? അന്തരീക്ഷത്തെ മലിനമാക്കും. അങ്ങനെയാണ് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത്. അടുത്തത്, ലഹറൽ ഫസാദു ഡാഷ്. ഇതാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ നേരത്തെ പഠിച്ചതായതുകൊണ്ട് എളുപ്പമുണ്ടാവും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി പിന്നെ കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. ഇത് പൂരിപ്പിക്കാനായിരിക്കും വരിക, അല്ല മൊത്തത്തിൽ അർത്ഥം ഇതാണെന്നും വരില്ല. ഇനി നോക്കുക, പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ എന്തെല്ലാം? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവരെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. തുണി സഞ്ചി ഉപയോഗിക്കുക. പിന്നെ പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇത് രണ്ടും എളുപ്പമുണ്ടാവും പഠിക്കുക. പിന്നെ വലുതെന്താ? പ്ലാസ്റ്റിക് സംരക്ഷണത്തിന് ആരോഗ്യ പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ഇത് രണ്ടുമാണ്. തുണി സഞ്ചി ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇതാണ് പ്ലാസ്റ്റിക് നിയന്ത്രണത്തിൻ്റെ വഴികൾ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അടുത്ത പാഠത്തിൻ്റെ പേരെന്താണ്? ലഹറൽ ഫസാദ് നമ്മൾ ചൊല്ലിയില്ല, അതില്ല. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം വരുന്നത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. ഇത് പൂരിപ്പിക്കാൻ ഐദിന്നാസ് മാത്രം പൂരിപ്പിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്, അർത്ഥം കാണാതെ പഠിക്കുക. നമ്മൾ 5ാമത്തെ പാഠം സാഹോദര്യം. ചോദ്യോത്തരം നോക്കാം. നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്? മനസ്സിൽ തോന്നുന്നൊക്കെ പാടെ എഴുതിയേക്കാൻ പറ്റില്ല, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉത്തരം എഴുതണം. എന്താണ് ഉത്തരം? അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം. ഇത് മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ്. പഠിച്ചില്ലേ? അടുത്തത്, യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നതാര്? അപ്പോൾ ഈ പാഠത്തിലൊരു കഥ ഉണ്ട്, നമ്മൾ കഥ പഠിക്കണം. ഞാൻ പറയില്ല, കഥ നല്ലതായി പഠിക്കണം. അതായത് യർമൂക്ക് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധ ദിവസം മുസ്ലിങ്ങളിൽ പലരും യുദ്ധഭൂമിയിൽ മുറിവേറ്റ് വീണ് മരണം കാത്തു കിടക്കുന്നു. അപ്പോൾ ആരാണ് അവിടെ പോകുന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആരാണ്?
ഹുദൈഫ റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു ബന്ധുവിനെ അന്വേഷിച്ച് യുദ്ധഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങി. ബന്ധുവിന് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള വെള്ളം അദ്ദേഹത്തിൻ്റെ വായിലൊഴിച്ച് കുടിക്കുകയും മുഖത്ത് തടവി കൊടുക്കുകയും ചെയ്യാമായിരുന്നു എന്നാണ് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ബന്ധുവിനെ കണ്ടെത്തി. ഞാൻ നിനക്ക് വെള്ളം കുടിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചു. സംസാരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം അതേ എന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ മറ്റൊരാൾ ദാഹിച്ച് വലഞ്ഞ് എന്ന് ശബ്ദിക്കുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു അയാൾക്ക് വെള്ളം കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. ഹുദൈഫ റളിയല്ലാഹു അൻഹു രണ്ടാമൻ്റെ അടുത്തേക്ക് പോയി ചെന്നു. അത് ഹിഷാം റളിയല്ലാഹു അൻഹു. അപ്പോൾ രണ്ടാമത്തെ ആളാരാണ്? ഹിഷാം റളിയല്ലാഹു. ഇപ്പോൾ രണ്ട് കഥാപാത്രം പഠിച്ചു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹിഷാം റളിയല്ലാഹു അൻഹു. വെള്ളം വേണോ എന്ന് ചോദിച്ചു. ഹിഷാം റളിയല്ലാഹു അൻഹു അതേ എന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ മറ്റൊരാളുടെ എന്ന് ശബ്ദം കേട്ടു. വെള്ളം മൂന്നാമത് നൽകാൻ ഹിഷാം റളിയല്ലാഹു അൻഹു ആംഗ്യം കാണിച്ചു. മൂന്നാമന് നൽകാൻ. മൂന്നാമനെ തേടി എത്തുമ്പോഴേക്കും അദ്ദേഹം ഷഹീദായിരിക്കുന്നു. അപ്പോൾ മൂന്നാമനെ തേടി എത്തിയപ്പോൾ എന്തായി? അദ്ദേഹം ഷഹീദായി. കാണാൻ പഠിക്കുക. എന്നിട്ടോ പെട്ടെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹിഷാമിൻ്റെ അരികിലേക്ക് മടങ്ങി. അപ്പോഴേക്കും ഹിഷാം റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. ഉടനെ വെള്ളവുമായി തൻ്റെ ബന്ധുവിൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഇവിടെ എന്താ പഠിക്കണം? മരണസമയത്ത് പോലും തനിക്കാവശ്യമുള്ള ദാഹജലം തൻ്റെ സഹോദരന് നൽകാൻ ഓരോരുത്തരും ആവശ്യപ്പെട്ടതിൽ നിന്ന് അവരുടെ സാഹോദര്യ ബന്ധം നാം മനസ്സിലാക്കി. അതാണ് സാഹോദര്യ ബന്ധം. മനസ്സിലായല്ലോ? അപ്പൊ സാഹോദര്യ ബന്ധത്തിലുള്ള പറഞ്ഞ കഥ ആരാണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ്. ഏതാ യുദ്ധം? യർമൂക്ക് യുദ്ധം. പിന്നെ അവിടെ മൂന്നാളുകളാണ് സംഭവത്തിലുള്ളത്. ഒന്ന്, ആദ്യം ഹുദൈഫ റളിയല്ലാഹു അൻഹു ബന്ധു വെള്ളം കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? മറ്റൊരുന്ന് ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അവിടെ എത്തിയപ്പോൾ അത് ഹിഷാം റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിഷാം റളിയല്ലാഹു അൻഹു വെള്ളം കൊടുക്കാൻ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ടു. അപ്പം അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു, ഷഹീദായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഹിഷാം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ബന്ധുവിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹു വഫാത്തായി. അപ്പോൾ ഈ ചരിത്രം നന്നായി നിങ്ങൾക്ക് ഓർമ്മ ആണ് കേട്ടോ. ഈ ചരിത്രം എന്തുമായി ബന്ധപ്പെട്ടാണ്? സാഹോദര്യവുമായി ബന്ധപ്പെട്ട. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സാഹോദര്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ തന്നിട്ട് വേർതിരിക്കാനുണ്ടാവും. എന്താണ്? മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക, അവരുടെ സഹായിക്കുക, പിന്നെ തെറ്റുകൾ സൗമ്യമായി തിരുത്തുക, അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, അവരെ സന്ദർശിക്കുക, അവരുടെ അഭിമാനം കാക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് കാണാൻ പഠിക്കണം. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി യശുദ്ദു ബഅ്ലുഹു ബഅ്ദ. ഇനി അടുത്ത് നോക്കാം. യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധം അന്വേഷിച്ച നടന്ന ആരാണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. വെള്ളവുമായി മൂന്നാമതെത്തിയാൾ തേടിയെത്തിയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഷഹീദായിരുന്നു അല്ലേ? അടുത്ത് സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ? മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക, അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക, അവരെ സഹായിക്കുക. ഇത് നിർബന്ധമായി ചൊല്ലിപ്പടിക്കട്ടോ. പിന്നെ അൽ മുഅ്മിനി എന്നുള്ള ആ ഹദീസും. അടുത്ത പാഠം എന്താണ്? മുതിർന്നവരെ ആദരിക്കാം. ഒന്നാമത്തെ ചോദ്യം, മക്ക വിജയ ദിവസം ശത്രുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അപ്പോൾ ഇവിടെ ഒരു ചരിത്രമുണ്ട്. മക്ക വിജയം എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചത്? ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകുകയാണ് ചെയ്തത്. കാണാൻ പഠിക്കുക. ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകുകയാണ് ചെയ്തത്. അടുത്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് എന്താണ്? അബൂ ഖുഹാഫ. എന്താ പഠിച്ച ചരിത്രം എന്താണ്? അപ്പോൾ മക്ക വിജയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തേക്ക് വരികയാണ് അല്ലേ? അതേ ദിവസം ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു. അതായത് ശത്രുക്കൾക്ക് മാപ്പ് നൽകിയപ്പോൾ അതേ ദിവസം കുറേ ആൾ ഇസ്ലാമിലേക്ക് വന്നു. അവരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വൃദ്ധനായ ആരുണ്ടായിരുന്നു? പിതാവ് അബൂ ഖുഹാഫയും ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന അബൂ ഖുഹാഫയെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു. എന്ത് പറഞ്ഞു? വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു, ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ. എന്താ പറഞ്ഞത്? വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്താൻ മതിയായിരുന്നല്ലോ, ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ എന്നാണ് നബി പറഞ്ഞത്. അടുത്തത്, അബൂ ഖുഹാഫയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരവ് കാണിക്കാനുണ്ടായ കാരണം എന്ത്? വൃദ്ധനായതുകൊണ്ട്.
അതെടുത്ത് മുതിർന്നവരോടുള്ള ആദരവിന്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ 2 എഴുതുക. ഇങ്ങനെ ഈ 2 ചോദ്യം എന്തായാലും ഉണ്ടാവും കേട്ടോ എല്ലാ പാഠത്തുനിന്നും. മുതിർന്നവരോട് ആദരവ് കാണിക്കുന്നതിന് 2 എന്തൊക്കെയാ? ആദരവോടെ വിളിക്കുക. അപ്പോൾ ആദരവ് കാണിക്കേണ്ട മര്യാദ ചോദിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ആ ചോദ്യത്തിന് തന്നെ ഒരു ഉത്തരം ഉണ്ടാക്കുക. എന്താ? ആദരവോടെ വിളിക്കുക, ആദരവോടെ വിളിക്കുക, അതബോടെ സംസാരിക്കുക, ആദരവോടെ വിളിക്കുക, അതബോടെ സംസാരിക്കുക, അതബോടെ ഇതെന്തിൻ്റെ ഉത്തരമാണ്? മുതിർന്നവരോട് ആദരിക്കണം എന്നുള്ളതിന് ഉത്തരം. അടുത്ത് എങ്ങനെ ആദരിക്കാം? അടുത്ത് അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക, ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക. എളുപ്പമുള്ളത് പഠിച്ചാൽ മതി. അതൊക്കെ വളരെ സിമ്പിളാണ്. ഇനി ഇവിടെ ഇത് കാണാൻ പഠിക്കുക. ലൈസ മിന്ന മല്ലം യർഹം സഗീറന വയഗ്രിഫ് ഷറഫ കബീറിന. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അറബി എല്ലാ പാഠത്തിലുണ്ട്. എല്ലാ അറബിയും കൂടി ഒറ്റ ദിവസം ഇരുന്ന് പഠിക്കരുത്. നേരത്തെ പഠിച്ചവർക്ക് പഠിക്കുക, അല്ലാത്തവർ ഒറ്റ ദിവസം ഇരുന്നിട്ട് എല്ലാം കൂടി പഠിച്ച അവസാനം ഒന്നും കിട്ടാതാവും. അതുകൊണ്ട് ഏതാണ് അറബി വരിക നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ളത് വരും, ചിലപ്പോൾ അരക്കൊല്ല പരീക്ഷന് മുമ്പ് എടുത്തവും വരും. ഏതായാലും നോക്കുക. വലിയവന്റെ മഹത്വവും അറിയാത്തവനും ചെറിയവനോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അടുത്തത് കാരുണ്യം കുഞ്ഞുങ്ങളോട്. ചോദിച്ചാൽ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പോകുന്ന വഴിയിൽ കളിച്ചുകൊണ്ടിരുന്ന പേരക്കുട്ടി ആരായിരുന്നു? ഹുസൈൻ റളിയല്ലാഹു അൻഹു. ദ ഹുസൈനും മിന്നി വാന മിൻ ഹുസൈൻ. എന്താ പറയുക സംഭവം? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു സൽക്കാരത്തിന് പോവുകയായിരുന്നു. വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വഹാബികളെ പിന്നിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗത്തിൽ ചെന്ന് കുട്ടിയെ പിടിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് 2 കൈകളും നീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയ കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയെ കൂട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്ത ശേഷം സ്വഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹുസൈനും മിന്നീ വഅന മിൻ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ എൻ്റെ ഭാഗമാണ്, ഞാൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഭാഗമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് എന്താ ചെയ്തത്? ഇതാ ഉത്തരം. എന്താ? കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പം മുതിർന്നവരെ ആദരിക്കുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ പാഠത്തിൽ ചെറിയവരോടുള്ള ആദരവിന്റെ കാര്യം പറയുന്നത്. അവരോട് ഒപ്പം കളിക്കുക, അവരെ ചുംബിക്കുക, അവർ പറയുന്നത് കേട്ടിരിക്കുക. എളുപ്പമുള്ള പഠിച്ചാൽ മതി. പിന്നെ ഇവിടെ ഉണ്ട്, അവരുടെ ഇഷ്ടം അറിഞ്ഞും പ്രവർത്തിക്കുക, തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക, നന്മ കണ്ടാൽ പ്രശംസിക്കുക, അവർക്ക് സമ്മാനം നൽകുക, അവരെ സഹായിക്കുക. ഇഷ്ടം പോലെ ഉണ്ട്. അടുത്തത് പഠിക്കണം. മല്ലായർഹം ലായുർഹം. കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല. ഹുസൈനും പിന്നെ മല്ലായർഹം രണ്ടും പഠിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ പാഠങ്ങളും റിവിഷൻ ചെയ്തു കഴിഞ്ഞു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.